गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् जगास्तु धर्मबोधाय नित्यमव्याहदात्मना। ओम श्रीनारायण പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആശ്രമധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ആദ്യത്തെ ആശ്രമമായ ബ്രഹ്മചര്യ ആശ്രമം അഥവാ വിദ്യാർത്ഥി കാലഘട്ടം എന്നതാണ് 6-ാം അധ്യായത്തിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 6-ാമത്തെ അധ്യായത്തില് 163-ാമത്തെ ശ്ലോകത്തില് ഗുരു പറയുന്നു, ഒരു വിദ്യാർത്ഥി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 8 കാര്യങ്ങളെ കുറിച്ച്. ആ 8 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ദ്യൂതം, ഒരിക്കലും ചൂത് കളിക്കരുത്. ചൂത് കളിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വസ്തു പണയമായി വെച്ച് ഈടായി വെച്ചുള്ള കളികൾ അതൊരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നു. 2, പൈശൂന്യം, ചതി, വഞ്ചന ഇവ ചെയ്യരുത്. അനൃതം, കളവ് പറയരുത്. അപവാദം പറയരുത്. കാമക്രോധങ്ങളെ പരിത്യജിക്കണം. അതുപോലെ ആലസ്യം, അസൂയ ഇവ പാടില്ല. ഇതിലൊരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ബാധിക്കുന്ന ഒരു വിഷയം, മുഖ്യമായിട്ട് ബാധിക്കുന്നത് ആലസ്യമാണ്. ബാക്കിയെല്ലാ മറ്റ് ദോഷങ്ങളൊക്കെ മറികടക്കാം. അവയുടെ സാഹചര്യം, സാധാരണഗതിയിൽ ഒരു ഗുരുകുലത്തില് ചൂത് കളിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ മറ്റു വൃത്തികളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ മറ്റു സാഹചര്യങ്ങളിൽ നിന്ന് കുറെ രക്ഷപ്പെടാൻ ഗുരുകുലവാസത്തിന് സാധിക്കും. പക്ഷെ ആലസ്യം എന്ന് പറയുന്നത് വലിയ ഒരു വിദ്യാർത്ഥിക്ക് ബാധിക്കുന്ന വലിയൊരു ബാധയാണ്. ആലസ്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ആലസ്യം എന്ന് പറയുമ്പോൾ അലസസ്യ ഭാവമാണ്. അലസന്റെ ഭാവത്തെയാണ് ആലസ്യം എന്ന് പറയുന്നത്. ആരാണ് അലസൻ? അലസൻ എന്ന് പറഞ്ഞാൽ ലസിക്കാത്തവൻ എന്നാണ് അർത്ഥം. ന ലസതി ഇത് അലസഹ. ലസിക്കുക എന്ന് പറയുമ്പോൾ ലസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ടു എൻജോയ് എന്നാണെന്ന് മനസ്സിലാക്കി. സന്തോഷിക്കുക, ആനന്ദിക്കുക. എന്തെങ്കിലും ഒന്നിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക. ഒന്നിലും ഒരു ആനന്ദം ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഒരാളെയാണ് അലസൻ എന്ന് പറയുന്നത്. അലസനും ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ഏത് കാര്യങ്ങളിലാണ് അലസൻ ആനന്ദം കണ്ടെത്തുന്നത്? തമോ പ്രധാനമായ മന്ദതയിലും നിദ്രയിലും തമോപ്രധാനമായ വിശ്രമത്തിലുമാണ് അലസൻ ആനന്ദം കണ്ടത്. നന്നായി ഉറങ്ങാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരിക്കും. ഒരു മന്ദീഭാവം, നമ്മുടെ ഉള്ളിൽ തമോ ഗുണം വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ വലിയൊരു ഗുരുത്വം വരും. ഗുരുത്വം മീൻസ് ഒരു ഭാരം വരും. ആ ഭാരത്തിന്റെ ഫലമായിട്ടൊരു മന്ദത വരും. ആ മന്ദതയിൽ ഇങ്ങനെ ആനന്ദം കണ്ടെത്തും. അപ്പൊ ഇത് ഒരു വിദ്യാർത്ഥിക്ക് വരുന്ന ഏറ്റവും വലിയ ദോഷമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥി അവനവന്റെ രമണഭാവം ക്രിയാത്മകതയിലേക്ക് ഉയർത്തണം. ക്രിയാത്മകതയിലേക്ക് നമ്മുടെ രമണതയെ ഉയർത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അലസതയെ മറികടക്കാൻ സാധിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വിദ്യാർത്ഥിക്ക് മാത്രമല്ല പൊതുവെ വരുന്ന പ്രശ്നമാണ് അലസത. പ്രാഥമികമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രമേണ അലസതയെ മറികടക്കാൻ സാധിക്കും. ആദ്യം നമ്മുടെ വീടും പരിസരവും, നമ്മുടെ മുറി, മറ്റ് സ്ഥലങ്ങൾ ഇവയൊക്കെ നിത്യവും വൃത്തിയാക്കി വെക്കുക, ശുദ്ധമാക്കി വെക്കുക. ഇങ്ങനെയുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അലസത ഒഴിവാക്കാൻ വേണ്ടി ആദ്യം തന്നെ വലിയ കഠിനമായ വ്യായാമം ചെയ്യുക, ഓടുക, ചാടുക, മറയുക, കഠിനമായ ജോലികളിൽ ഏർപ്പെടുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ
പൂർവാധികം ശക്തിയോടെ അലസഭാവത്തിലേക്ക് പോകും. അലസഭാവത്തിലേക്ക് പോകാതിരിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നിത്യവും ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയ. അപ്പൊ നിത്യവും നമ്മുടെ മുറികൾ, നാം താമസിക്കുന്ന മുറി തൂത്തുവാരി വൃത്തിയാക്കി പുസ്തകങ്ങളും വസ്ത്രങ്ങളൊക്കെ യഥാക്രമം അടുക്കി വെക്കുക. അതേപോലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ നിത്യവും നമ്മുടെ പൂജാമുറികൾ, പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, അതേപോലെ വാഹനങ്ങൾ, ചെറിയ കാര്യങ്ങൾ വൃത്തിയാക്കി വെക്കുന്ന ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ഉള്ളിൽ തമസിന്റെ ആധിക്യം മാറി അവിടെ രജോ ഗുണം ക്രമേണ വന്നു ചേരും. ഈ രജോ ഗുണത്തിന്റെ ആധിക്യമായി കഴിഞ്ഞാൽ അപകടമാണ്. കാരണം എന്താണ്? രജോ ഗുണത്തിന്റെ ആധിക്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. നമ്മൾ അപാരമായ ക്രിയാശേഷി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അധ്യയനത്തിന് വിഘ്നമാണ്. അതുകൊണ്ട് സാത്വികമായ ഗുണത്തെ ഏറ്റവും മുകളിൽ നിലനിർത്തിക്കൊണ്ട് അതിന്റെ തൊട്ടു താഴെ തമസ് വരാതെ തൊട്ടു താഴെ രജോ ഗുണത്തെ കൊണ്ടുവരുന്ന ഒരു ക്രമം നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ആ രീതിയിൽ പരിശീലനം ചെയ്തു കഴിഞ്ഞാൽ അലസതയെ മറികടക്കാൻ സാധിക്കും. അപ്പൊ അലസത, അസൂയ ഇത്യാദി 8 ഗുണങ്ങളെ വിദ്യാർത്ഥി അഥവാ ബ്രഹ്മചാരി പരിപൂർണമായിട്ട് മറികടക്കണമെന്ന് ഗുരു പറയുകയാണ്. അപ്പൊ 164 ശ്ലോകത്തിൽ പറയുന്നു, ഉഷസ്യേവ സമുദ്ധായ സ്നാത്വാ ദേവമനുസ്മരൻ പ്രാതഃസന്ധ്യാമുപാസ്യാന്തെ സ്വാധ്യായ നിരതോ ഭവേത്. ഒന്നുകൂടി ചൊല്ലാം. ഉഷസ്യേവ സമുദ്ധായ സ്നാത്വാ ദേവമനുസ്മരൻ പ്രാതഃസന്ധ്യാമുപാസ്യാന്തെ സ്വാധ്യായ നിരതോ ഭവേത്. ഉഷസ്യേവ സമുദ്ധായ സ്നാത്വ, രാവിലെ തന്നെ എഴുന്നേറ്റ്, ഉഷസ് എന്ന് പറയുന്നത് ഒരു 5 മണി 6 മണി സമയത്ത് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് സ്നാത്വ കുളിച്ചിട്ട് എന്ത് വേണം? ദേവമനുസ്മരൻ പ്രാതസന്ധ്യാം ഉപാസ്യ, ദേവനെ അനുസ്മരിച്ച് പ്രാതസന്ധ്യയെ ഉപാസിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ബ്രഹ്മചാരിമാര് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സന്ധ്യാവന്ദനം ചെയ്തിരിക്കണം. ഇപ്പൊ സന്ധ്യാവന്ദനം വിദ്യാർത്ഥികൾ ചെയ്യുക എന്നുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ്, നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇപ്പൊ രാവിലത്തെ സന്ധ്യയിലും സായം സന്ധ്യയിലും വിദ്യാർത്ഥികൾ തർപ്പണാദി കാര്യങ്ങൾ ചെയ്യും. ദേവന് തർപ്പണം ചെയ്യും. തന്റെ പൂർവിക പരമ്പരകൾ, താൻ ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, ആ കുടുംബത്തെ നിലനിർത്തിയ, ആ കുടുംബത്തെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ പൂർവികരായ കാരണവന്മാർ, അവരെ പിതൃക്കൾ എന്ന് പറയും, ആ കാരണവന്മാർക്ക് തർപ്പണം ചെയ്യും. അതേപോലെ ഗുരുനാഥന്, ആചാര്യന്, എല്ലാവർക്കും തർപ്പണാദി കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ മുഖ്യമായിട്ട് ഗായത്രി മന്ത്രത്തെ ചൊല്ലും. ഒരു വിദ്യാർത്ഥിയുടെ അമ്മ എന്നാണ് ഗായത്രി മന്ത്രത്തെ അറിയപ്പെടുന്നത്. പണ്ട് കാലത്തിൽ നമ്മുടെ സന്ധ്യാവന്ദനത്തിന് മുഖ്യ ഭാഗം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രത്തിന്റെ ജപമാണ്. അപ്പൊ ഗായത്രി മന്ത്രത്തിന്റെ ഛന്ദസ്സിനൊക്കെ നിസിക്കുന്നു. ആ ഗായത്രി മന്ത്രത്തിന് ഋഷി, ഗായത്രി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആ മന്ത്രത്തിന്റെ പേര് സാവിത്രി എന്നാണ് പേര്. ആ മന്ത്രത്തിന്റെ ഛന്ദസ്സാണ് ഗായത്രി. അതുകൊണ്ട് ആ മന്ത്രം ഗായത്രി മന്ത്രം എന്നറിയപ്പെടുന്നു. അതിനെ ഛന്ദസ്സിനെ നസിച്ച് തർപ്പണാദികൾ ചെയ്ത് ദേവനെ, ഈശ്വരനെ, സവിതാവിനെ അനുസ്മരിച്ചു. കാരണം നമ്മൾ പറഞ്ഞു, ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അവന്റെ മേധാശക്തിയാണ്. കാരണം അവന്റെ ബുദ്ധിയിൽ, അവന്റെ തലച്ചോറിൽ അനേകായിരം കാര്യങ്ങൾ അവൻ സൂക്ഷിച്ചു വെക്കുന്നു, ഓർമ്മിച്ചു വെക്കുന്നു. ഈ ഓർമ്മയാണ് വിദ്യയുടെ അളവ് പോലും. അപ്പൊ നമ്മുടെ പരീക്ഷ എന്താണ്? പരീക്ഷ എന്ന് പറയുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം ഓർമ്മിച്ചു വെച്ചു എന്നുള്ളതിന്റെ പരീക്ഷയാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പാസ്സായി എന്ന് പറഞ്ഞാൽ അവൻ എത്രമാത്രം ഓർമ്മിച്ചു വെക്കാനുള്ള കഴിവുണ്ട്, ആ കഴിവിന്റെ ആധാരത്തിലാണ് പാസ്സാകുന്നത്. ഈ ഓർമ്മിച്ചു വെക്കാനുള്ള ആ പ്രത്യേക കഴിവിനെ നമ്മൾ മേധാശക്തി എന്ന് പറയും. മേധാ സൂക്തം എന്നുള്ള സൂക്തം വൈദികമായിട്ടുണ്ട്. നമ്മളത് അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ വൈദിക ശാന്തി മന്ത്രങ്ങൾ ചൊല്ലുന്നു. നമ്മൾ ചൊല്ലാറുണ്ട്, ഛന്ദസാക്ഷഭോ വിശ്വരൂപ ചന്ദോഭ്യോദ്യമൃത എന്നൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. അപ്പൊ ഈ മേധാശക്തിയെ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കാനും അതിനെ സംവർദ്ധനം ചെയ്യാനുമുള്ള ഒരു ഉപായമാണ് നിത്യവും 2 സന്ധ്യകളെ ഉപാസിക്കുക. ഗായത്രി മന്ത്രത്തോടു കൂടി 2 സന്ധ്യകൾ ഉപാസിക്കുക എന്നുള്ളത്. അതിന് സന്ധ്യാവന്ദനത്തിന്റെ വിശദമായ വിധികൾ
ദേശകാലങ്ങൾക്ക് അനുസരിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബ്രഹ്മചാരി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈശ്വരനെ ഉപാസിക്കുവാൻ വേണ്ടി അങ്ങനെ വന്ന് സന്ധ്യാവന്ദനം ചെയ്യാം. രാവിലെ സന്ധ്യാവന്ദനം ചെയ്തിട്ടോ, സന്ധ്യാവന്ദനം ചെയ്തു കഴിഞ്ഞാൽ പറയുകയാണ് ഉപാസ്യ അന്തേ സ്വാധ്യായ നിരതേ ഭവൻ. അതിനുശേഷമാണ് തന്റെ പാഠങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടത്. ഗുരുകുലത്തിലാണെങ്കിൽ ഭാഷാപരമായ കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിപ്പിക്കും. ഭാഷാപരമായ കാര്യങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം മറ്റെല്ലാ വിഷയങ്ങളും ക്രമേണമായിട്ട് പഠിപ്പിക്കും. കാരണം നമുക്ക് ആ ഭാഷയെ സുവ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഭാഷയിൽ എഴുതപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കൂ. ഇംഗ്ലീഷ് അറിയാത്ത ഒരാള് ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ച് പഠിക്കാൻ പോലും വല്ല കാര്യമാണ്. ഷേക്സ്പിയറിന്റെ നാടകങ്ങളുടെ ആ ഒരു ഗരിമയും ആ ഒരു അന്തസ്സത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ മൂലഭാഷയിൽ വായിക്കണം. മൂലഭാഷ ഇംഗ്ലീഷാണ്. അപ്പൊ ആ ഇംഗ്ലീഷിൽ അവഗാഹമില്ലാതെ ഷേക്സ്പിയറിന്റെ ആ രചനകളെ കുറിച്ച് ഒരാൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾക്ക് അതിന്റെ സാരത്തെ ഗ്രഹിക്കാൻ കഴിയില്ല, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വലിയ പ്രൗഢങ്ങളായ അറിവുകൾ ആദ്യകാലത്ത് എഴുതപ്പെട്ട ഭാഷയാണ്. ആ ഭാഷയുടെ വിസ്തരിച്ചുള്ള അധ്യയനം, അതിനെ തുടർന്ന് ആ ഭാഷയ്ക്ക് ശേഷം മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു, അങ്ങനെ ഒരു ക്രമമുണ്ട് ഗുരുകുല വിദ്യാഭ്യാസം. അപ്പൊ അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്ത് ഇത്യാദി പാഠങ്ങളെ പഠിക്കാൻ പോകണം എന്ന് ഗുരു പറയുന്നു. അതിനുശേഷമോ 165 ശ്ലോകത്തിൽ പറയുന്നു, ഏവം വർണ്ണേ സായമപി വിദധീത വിധിക്രമം നിരീക്ഷേത ശ്രദ്ധദാന പാഠകാലേ ഗുരുർമുഖം. എന്നോട് ചൊല്ലാം, ഏവം വർണ്ണേ സായമപി വിദധീത വിധിക്രമം നിരീക്ഷേതേ ശ്രദ്ധദാന പാഠകാലേ ഗുരുർമുഖം. ഇപ്രകാരം വർണ്ണി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി അഥവാ വിദ്യാർത്ഥി. ഇപ്രകാരം മീൻസ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാതസന്ധ്യ ചെയ്യുന്നു. അപ്രകാരം എന്ത് വേണം? സായം അഭി വിധിക്രമം വിദധീതം. വൈകുന്നേരവും ചെയ്യണം. വൈകുന്നേരവും കുളിച്ച് സന്ധ്യാവന്ദനത്തെ സായം സന്ധ്യയെ ചെയ്യണം എന്ന് പറയുന്നു. ഇനി പാഠകാലി ശ്രദ്ധദാന ഗുരോർമുഖം നിരീക്ഷിത. ഈ വാക്കുകൾ ഗുരുവിന്റെ വചനങ്ങളുടെ കൂട്ടത്തിൽ പലപ്പോഴും വരുന്നൊരു വാക്കാണ്. ഗുരുവിന്റെ വചനങ്ങൾ ആൾക്കാർ ഓരോരോ വചനങ്ങളെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ശ്രദ്ധ നേടിയ വാക്കാണ് പഠിക്കുന്ന സമയം ശ്രദ്ധയോടുകൂടി ഗുരുമുഖത്തെ വീക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നമ്മൾ ഗുരുവിന്റെ മുഖത്തേക്ക്, മുഖമെന്ന് ഉദ്ദേശിക്കുന്നത് ഗുരുവിന്റെ കണ്ണിലേക്ക് നോക്കണം. ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ഒരു വിശ്വാസം, ഒരു ഐതിഹ്യമല്ല, നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് അറിവ് മുഖത്തിൽ നിന്നാണ് ഒഴുകുന്നത്. ദക്ഷിണാമൂർത്തിയുടെ മുഖത്തിൽ നിന്നാണ് അറിവ് ഒഴുകുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു അനാദിയായ ഒരു നദി ഇങ്ങനെ അത് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അനാദിയായ ഗുരു പരമ്പരകളിൽ നിന്ന് അറിവ് ഇങ്ങനെ കൈമാറി അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഗുരുവിന്റെ കണ്ണിലേക്ക്, നേത്രങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ആ പ്രവാഹം നമ്മളിലേക്ക്, ആ അറിവാകുന്ന പ്രവാഹം നമ്മളിലേക്ക് വരുമെന്ന് വിശ്വസിക്കും. കൂടാതെ ഒരു വിദ്യാർത്ഥിയുടെ ശ്രദ്ധയുടെ കൂടി പ്രകടനമാണ് ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കി ക്ലാസ്സുകളെ പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഗുരുമുഖത്തേക്ക് നോക്കിയിട്ട് വേണം എല്ലാ പാഠങ്ങളെയും, ഗുരുനാഥൻ പറഞ്ഞു തരുന്ന എല്ലാ പാഠങ്ങളെയും വിദ്യാർത്ഥി പഠിക്കേണ്ടത് എന്ന് ഈ ശ്ലോകത്തിൽ ഗുരു പറയും. അതിനുശേഷം 166 ശ്ലോകത്തിൽ പറയുകയാണ്, തപസ്യാ ഫലിതാ ഭൂയാത് അവശ്യം ബ്രഹ്മചാരിണഃ പരിവസ്യാ പ്രസന്നാചേത് പിതൃമാതൃഗുരുത്രേ. ഒന്നുകൂടി ചൊല്ലാം, തപസ്യാ ഫലിതാ ഭൂയാത് അവശ്യം ബ്രഹ്മചാരിണഃ പരിവസ്യാ പ്രസന്നാചേത് പിതൃമാതൃഗുരുത്രേ. പറയുന്നു, പിതൃമാതൃഗുരുത്രേ പ്രസന്നാചേത്. ഈ 3 പേര് ആരൊക്കെയാണ്? ത്രയ് എന്ന് പറഞ്ഞ 3 പേര്: അച്ഛൻ, അമ്മ, അധ്യാപകൻ അഥവാ മാതാവ്, പിതാവ്, ആചാര്യൻ അഥവാ ഗുരുനാഥൻ. ഈ 3 പേരും പ്രസന്നരായി തീരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുന്നു?
ബ്രഹ്മചാരിണ തപസ്യ വരിവസ്യ ച അവശ്യം ഫലിതാ ഭൂയ. ഒരു വിദ്യാർത്ഥിയുടെ, ഒരു ബ്രഹ്മചാരിയുടെ അവന്റെ തപസ്സും അവന്റെ പൂജയും അവന്റെ ആചരണവും അവന്റെ അധ്യയനവുമെല്ലാം ഫലവത്തായിട്ട് മാറും. ഒരാൾ 12 വർഷം അല്ലെങ്കിൽ കുറെ കാലം ഗുരുകുലത്തിൽ താമസിച്ച് ഗംഭീരമായിട്ട് പഠിച്ചു എന്ന് കരുതുക. പക്ഷെ അവന്റെ അച്ഛനോ അമ്മയ്ക്കോ ആചാര്യനോ സന്തോഷമില്ലെങ്കിൽ ആ അധ്യയനം വ്യക്തമാക്കി. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ അധ്യയനം സാർത്ഥകമാകണമെങ്കിൽ, അത് കൃതാർത്ഥതയിലേക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? അച്ഛൻ, അമ്മ, ഗുരു, ഇവര് 3 പേരും പ്രസന്നരാകണമെന്ന് പറയും. അപ്പൊ നമുക്ക് ഒരാളെ പ്രസന്നമാക്കാൻ എന്താണ് വഴി? സംബന്ധ ധർമ്മത്തെ ആചരിക്കുക എന്നുള്ളതാണ് ഒരാളെ പ്രസന്നമാക്കാനുള്ള ഹേതു. അപ്പൊ എന്താണ് സംബന്ധ ധർമ്മം? നമ്മൾ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് നമ്മളിൽ ഏത് ഐഡന്റിറ്റി ആണ് ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത്. ഓരോ മനുഷ്യനിലും ഒരുപാട് ഐഡന്റിറ്റി ഉണ്ട്. ഒരു മനുഷ്യൻ തന്നെ അയാൾ അച്ഛനായിരിക്കാം, മകനായിരിക്കാം. അയാള് ഒരാളുടെ മകനാണ്, അതേസമയം ഒരാളുടെ അച്ഛനാണ്, ഒരു ഓഫീസിലെ മേലുദ്യോഗസ്ഥനാണ്, ഒരു ഭാര്യയുടെ ഭർത്താവാണ്, സുഹൃത്തിന്റെ സുഹൃത്താണ്. അങ്ങനെ വ്യത്യസ്തമായ സംബന്ധങ്ങൾ ആ വ്യക്തിയിലുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നമുക്ക് ധർമ്മം തനിയെ അനുഷ്ഠിക്കാൻ സാധിക്കില്ല. നമ്മുടെ കൂടെ മറ്റൊരാൾ വേണം. ആ മറ്റൊരാളും നമ്മളുമായുള്ള സംബന്ധമുണ്ട്. ആ സംബന്ധത്തിൽ നിന്നും മാത്രമേ നമുക്ക് ധർമ്മത്തെ അനുഷ്ഠിക്കാൻ സാധിക്കൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ ഒരു സുഹൃത്തുണ്ടെന്ന് കരുതുക. അപ്പൊ ആ സുഹൃത്തുള്ളത് കൊണ്ട് നമ്മളിൽ ഏത് ധർമ്മമാണ് ഉണ്ടാകുന്നത്? സുഹൃത്ത് ധർമ്മമാണ്. ആ സുഹൃത്ത് നമ്മളിൽ സുഹൃത്ത് ധർമ്മത്തെ ജാഗ്രതമാക്കി, അഥവാ സുഹൃത്ത് ധർമ്മത്തെ അനുഷ്ഠിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചു. ഇനിയോ ഒരു ഭാര്യ ഉണ്ടെന്ന് കരുതുക. ഭാര്യ ഉണ്ടെങ്കിൽ നമ്മളിൽ ഏത് ധർമ്മമാണ് ജാഗ്രതമാകുന്നത്, അല്ലെങ്കിൽ ഏത് ധർമ്മമാണ് ഉണരുന്നത്? ഭർത്തൃധർമ്മമാണ്. നമുക്ക് ഭാര്യയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഭർത്തൃധർമ്മം ഉണ്ടാകുന്നില്ല. അയാൾക്ക് ഭർത്തൃധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കാര്യമില്ല. അതേപോലെ നമ്മുടെ മുമ്പിൽ നമുക്കൊരു അധ്യാപകൻ ഉണ്ട് എന്ന് കരുതുക. അധ്യാപകൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിദ്യാർത്ഥി ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ട കാര്യം. അധ്യാപകൻ ഇല്ലാത്ത ആൾ വിദ്യാർത്ഥിയല്ല. അപ്പൊ നമുക്ക് ഏതേത് സംജ്ഞകൾ, ഏതേത് ടൈറ്റിലുകൾ ലഭിക്കുന്നുവോ അതൊക്കെ മറ്റൊരാളെ ആശ്രയിച്ചാണ് ലഭിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് സംബന്ധ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിൽ എപ്പോഴാണ് പുത്രധർമ്മം ജാഗ്രതമാകുന്നത്? അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ മാത്രമേ നമ്മളിൽ പുത്രധർമ്മം ജാഗ്രതമാകുന്നു. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ, നോക്കൂ, ഞാൻ പുത്രൻ തന്നെയാണ്, പക്ഷെ മാതാപിതാക്കൾ നിലവിലില്ലെങ്കിൽ പുത്രധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന സാഹചര്യം വരുന്നത്. അതുപോലെ മറ്റൊരാള് സംബന്ധ ധർമ്മമായി അപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ആ സംബന്ധ ധർമ്മത്തെ അനുഷ്ഠിക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ സംബന്ധമായിരിക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിക്കുമ്പോഴാണ് മറ്റൊരാൾ പ്രസന്നമാകുന്നത്. അപ്പൊ നമ്മൾ സുഹൃത്ത് ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആ സുഹൃത്ത് ധർമ്മം യഥാക്രമം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്ത് പ്രസന്നനാണ്. ഭർത്തൃധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭാര്യ പ്രസന്നനാകും. വിദ്യാർത്ഥി ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആചാര്യൻ പ്രസന്നനാകും. അതേപോലെ രാജധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രജകൾ പ്രസന്നരാകും. ഈ ധർമ്മത്തെ മനസ്സിലാക്കി അതിനനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ കഠിനമായ കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ഗുരുവിനെ ശിഷ്യന്മാര് ധർമ്മമർമ്മജ്ഞൻ എന്ന് അഭിസംബോധന ചെയ്തത്. ധർമ്മത്തിന്റെ മർമ്മത്തെ അറിയുന്നതാണ്. കാരണം നമ്മൾ ധർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ ആദ്യം ഏത് ധർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം. ഭർത്തൃധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് അനുഷ്ഠിക്കേണ്ട കാര്യമുള്ളൂ. ഒരു സ്ഥലത്ത് ഭർത്തൃധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന സാഹചര്യം ഇല്ലെങ്കിൽ അവിടെ ഭർത്തൃധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മം അധർമ്മമായിട്ട് മാറും. രാജധർമ്മം അനുഷ്ഠിക്കേണ്ടുന്ന സ്ഥലത്ത് സുഹൃത്ത് ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മം അധർമ്മമായിട്ട് മാറും. നമ്മൾ രാജാവാണ്. ശിക്ഷകളെ, തെറ്റുകുറ്റങ്ങൾ വിലയിരുത്തി ശിക്ഷാവിധികളിലൂടെ രാജ്യത്തെ പരിപാലിക്കാനുള്ള ധർമ്മം നമ്മൾ ഉണ്ടെന്ന് കരുതുക. ഇന്നത്തെ കാലം ജനാധിപത്യമാണ്. എങ്കിൽ കരുതുക, ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുക. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരാൾ കുറ്റം ചെയ്തു വന്ന് അയാൾ പിടിക്കപ്പെട്ടു, കുറ്റം തെളിയിക്കപ്പെട്ടു, അയാൾക്ക് ശിക്ഷ വിധിക്കണം. അപ്പൊ ശിക്ഷ വിധിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ആരാണ് അയാൾ? നമ്മുടെ സുഹൃത്താണ്. അപ്പൊ സുഹൃത്തായത് കാരണം സുഹൃത്തിനെ പരിപാലിക്കുക എന്നുള്ളത് എന്റെ ധർമ്മമാണ്. അയാളെ എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സുഹൃദ്ധർമ്മം ഞാൻ പരിപാലിക്കുന്നു, പക്ഷെ രാജധർമ്മം ലംഘിക്കപ്പെടും. അതുകൊണ്ട് സുഹൃദ്ധർമ്മവും രാജധർമ്മവും നമ്മുടെ മുമ്പിൽ വിരോധമായി വന്നു കഴിഞ്ഞാൽ
ഏത് ധർമ്മത്തെ അനുഷ്ഠിക്കണം, ഏത് ധർമ്മത്തെ പരിത്യജിക്കണം എന്നൊക്കെ ഒരു ധർമ്മപരമജ്ഞന് മാത്രമേ ചിന്തിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. അപ്പൊ രാജധർമ്മത്തെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഞാൻ രാജധർമ്മത്തിന്റെ സ്ഥാനത്ത് സുഹൃദ്ധർമ്മത്തെ പരിപാലിച്ചു കഴിഞ്ഞാൽ ആ സുഹൃദ്ധർമ്മം അധർമ്മമായിട്ട് മാറും. അപ്പോൾ ധർമ്മത്തെ ആചരിക്കുക വളരെ ക്ലിഷ്ടമായ കാര്യമാണ്. പറഞ്ഞു വരുന്നത് മറ്റൊരാളെ സന്തുഷ്ടമാക്കുവാൻ വേണ്ടി ആ മറ്റൊരാളുമായി നമുക്കുള്ള കണക്ഷൻ, സംബന്ധം ഏത് ധർമ്മത്തിന്റെ ആധാരത്തിലാണോ നിർവചനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ധർമ്മത്തെ അനുഷ്ഠിക്കുക. നമുക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്തൃധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭാര്യ സന്തുഷ്ടയാകും. നമുക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യാധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് സന്തുഷ്ടനാകും. ഗുരുദേവൻ ഭാര്യാധർമ്മം എന്ന പേരിൽ കൃതി എഴുതിയിട്ടുണ്ട്. നമുക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ സുഹൃധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്ത് പ്രസന്നനാകും. അപ്പൊ അതേപോലെ ഈ കാര്യം നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞത് എങ്ങനെയാണ് മാതാപിതാ ഗുരുജനങ്ങൾ പ്രസന്നമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ബ്രഹ്മചാരി, ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് പിതാവിനെ പ്രസന്നമാക്കേണ്ടത്? പിതാവ് എന്ന് പറഞ്ഞ ആരാണ്? പിതാ എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷതി എന്നാണ്. ആ രക്ഷണ ഇതി പിത, രക്ഷിക്കപ്പെടുന്നവനാണ് പിതാവ്. മീൻസ് രക്ഷകർത്തൃത്വമുള്ളവനാണ് പിതാവ്. തന്റെ പുത്രനെ ഭൗതികമായും ആധ്യാത്മികമായും പുത്രനെ രക്ഷിക്കുന്നു. പുത്രന്റെ രക്ഷയുടെ ഭൗതികമായ പുത്രന്റെ വളർച്ച, വികാസം, അതിനു വേണ്ടുന്ന ധനത്തെ സമാഹരിക്കുക, ആ പുത്രനെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ച് പഠിപ്പിക്കുക, അതിനൊക്കെ ധനം ആവശ്യമാണ്. ഇങ്ങനെ ധനങ്ങളെ സമ്പാദിച്ച് ഒരു മകനെ സംരക്ഷണം ചെയ്യുന്ന കർത്തവ്യം പിതാവിനുണ്ട്. അതുകൊണ്ട് പിതാവിന്റെ അർത്ഥമായിട്ട് രക്ഷണ എന്ന ധാതു വന്നിരിക്കുന്നു. അപ്പൊ പിതാവ് നമ്മളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആരാണോ നമ്മളെ രക്ഷിക്കുന്നത് ആ രക്ഷിച്ച ആളോട് നമുക്ക് കൃതാർത്ഥത, നമുക്ക് ഒരു കൃതജ്ഞതയുണ്ട്. ആ നമ്മുടെ ഇന്നത്തെ ശാരീരികവും മാനസികവും വൈചാരികവുമായ ആരോഗ്യത്തിന്റെ ഹേതു തന്നെ രക്ഷിച്ച ആളാണ്. അതുകൊണ്ട് രക്ഷിച്ച ആൾക്കത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ അനിവാര്യമായ കർത്തവ്യമാണ്. തന്നെ രക്ഷിച്ച ആളെ ശാരീരികവും മാനസികവും വൈചാരികവുമായി തിരിച്ചു രക്ഷിക്കുക എന്നുള്ളത് പുത്രന്റെ ധർമ്മമാണ്. അപ്പൊ പിതാവിനെ പ്രസന്നനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ പുത്രധർമ്മത്തെ അനുഷ്ഠിക്കുക. പുംനാമ നരകത്രായണം എന്നൊരു നിർവചനം, ഒരു വ്യുത്പത്തി പുത്രശബ്ദത്തിന് കാണാറുണ്ട്. പിതാവിനെയും മാതാവിനെയും പും എന്ന പേരുള്ള നരകതുല്യമായ ഒരു അവസ്ഥയിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്ന കർത്തവ്യമുള്ളവരാണ് പുത്രൻ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ രക്ഷിച്ച അച്ഛനെ തിരിച്ചു സംരക്ഷിക്കുക, ഈ കർത്തവ്യമുള്ള ഒരാളെയാണ് എന്ത് പറയുന്നത്? പുത്രൻ എന്ന് പറയുന്നത്. ആ കർത്തവ്യത്തെ ആ പുത്രൻ അനുഷ്ഠിക്കുമ്പോൾ, ആ കർത്തവ്യത്തെ നിറവേറ്റുമ്പോൾ പിതാവ് പ്രസന്നനായിട്ട് തീരും. ഈ മാതാവിനെ എങ്ങനെയാണ് പ്രസന്നനാക്കേണ്ടത്? മാതാവ് എന്നുള്ള വാക്കിന് അർത്ഥം മാന് പൂജായാം എന്നാണ്. വളരെ വിശേഷമായ അർത്ഥമാണ്. ആ മാത എന്നുള്ള ആ വാക്ക് ഉദ്ഭവിക്കുന്നത് മാൻ എന്നുള്ളൊരു ബേസിക് റൂട്ട് ഉണ്ട്, ഒരു ബേസിക്കായ പദമുണ്ട്. അതിനെ ധാതു എന്ന് പറയും. ആ മാൻ എന്നുള്ള ധാതുവിൽ നിന്നാണ് അമ്മ എന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്ന മാതാവ് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. മാൻ എന്നുള്ള ധാതുവിന്റെ അർത്ഥമാണ് പൂജായ, പൂജിക്കപ്പെടേണ്ടവൾ, ആദരിക്കപ്പെടേണ്ടവൾ. അമ്മ എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടേണ്ടവൾ, പ്രത്യക്ഷമായിരിക്കുന്ന ദേവതയാണ്. അപ്പൊ അമ്മയെ പൂജിക്കുക, അമ്മയെ ആദരിക്കുക എന്നുള്ള കർത്തവ്യം പുത്രൻ ചെയ്യുന്ന സമയത്ത് അമ്മ പ്രസന്നനായിട്ട് തീരും. അല്ലാതെ വേറൊന്നും ചെയ്യണ്ട. അപ്പൊ അമ്മയെ സംബന്ധിച്ച് അമ്മ മുമ്പിൽ വരുമ്പോൾ പുത്രന്റെ ധർമ്മം എന്ന് പറയുന്നത് അമ്മയെ ആദരിക്കുക, പൂജിക്കുക എന്നാണ്. ഈ ധർമ്മം പിതാവിനും ചെയ്യണം, പക്ഷെ മുഖ്യമായിട്ടുമുള്ള ധർമ്മം അമ്മയെ ആദരിക്കുക, പൂജിക്കുക, ഈശ്വരനെ പോലെ കാണുക. ഇനി അടുത്താണ് ആചാര്യൻ. ആചാര്യൻ എങ്ങനെയാണ് ഒരു പുത്രൻ ആചാര്യൻ എങ്ങനെയാണ് പ്രസന്നനാക്കേണ്ടത്? ആചാര്യനെ പ്രസന്നനാക്കേണ്ടത് ആചാര്യനാൽ അധ്യയനം ചെയ്യപ്പെട്ട അറിവിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വായത്തമാക്കുക, ആ അറിവിൽ പ്രതിഷ്ഠ നേടുക, ആ അറിവിനെ ഉറപ്പിക്കുക. ഈ വിദ്യാർത്ഥി ധർമ്മത്തിലൂടെ ആചാര്യനും പ്രസന്നമാകും. അപ്പൊ തന്റെ ഓരോരോ സംബന്ധങ്ങളിലും അമ്മയുമായിട്ടുള്ള ബന്ധം, അച്ഛനുമായിട്ടുള്ള ബന്ധം, ആചാര്യനുമായിട്ടുള്ള ബന്ധം, ആ ബന്ധങ്ങളുടെ ആധാരത്തിൽ ആ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർ സന്തുഷ്ടരാകും. അപ്പോ അങ്ങനെ അവരെ സന്തുഷ്ടമാക്കാതെ താൻ നേടിയ ഏതൊരു അറിവും അത് വ്യർത്ഥമായി തീരും, സഫലതയെ പ്രാപിക്കുന്നില്ല എന്ന് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ അടുത്ത ശ്ലോകം മുതൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്കമാണ് അടുത്ത ശ്ലോകം. അടുത്ത അധ്യായത്തിലാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ പറയുന്നത്. എങ്കിൽ അടുത്ത ശ്ലോകത്തിലൂടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലേക്ക് ഒരു ആമുഖം ഗുരുദേവൻ പറയുകയാണ്. നിഹത ബ്രഹ്മചര്യാന്തേ നഗാർഹസ്ഥ്യം യദീഹതേ ആജീവമോചനം വർണ്ണി
സുഖം ഗുരുകുലേ വസേത്. നിയത ബ്രഹ്മചര്യാന്തെ, അതായത് ഗുരുകുലത്തിൽ പഠിക്കുവാൻ വിധിക്കപ്പെട്ട കാലഘട്ടം. നമ്മളത് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. വിദ്യാരംഭം തൊട്ട് ഒരു 24 വയസ്സ് വരെങ്കിലും ഗുരുകുലത്തിൽ താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും കാലം താമസിച്ച് അധ്യയനം കഴിഞ്ഞതിന് ശേഷം, ഇപ്പൊ നിയത ബ്രഹ്മചര്യാന്ത് എന്ന് പറഞ്ഞാൽ അധ്യയന കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം ഗാർഹസ്ഥ്യം യതി ന ഈഹതേ, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, നമുക്ക് പണ്ട് കാലത്ത് ഗുരുകുല വാസം കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കണം. പിന്നീടാണ് ഈ ഒരു സിസ്റ്റം മാറിയത്. ആ സിസ്റ്റം മാറിയത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ഒരു ക്ലാസ്സിൽ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ശങ്കരാചാര്യസ്വാമിക്ക് ശേഷമാണ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിന്നും വിവാഹ സംസ്കാരം ചെയ്യാതെ, വിവാഹം കഴിക്കാതെ, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കാതെ നേരിട്ട് സന്യാസത്തിലേക്ക് പോകാമെന്നുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതിൽ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പണ്ടത്തെ കാലത്ത് എല്ലാവരും തന്നെ ഗുരുകുലത്തിൽ പഠിച്ചതിന് ശേഷം വിവാഹം കഴിഞ്ഞിട്ട് മാത്രമേ, പിന്നീട് ഒരു 10-60 വയസ്സായാൽ മാത്രമേ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. നമ്മുടെ പണ്ടത്തെ എല്ലാ ഋഷിമാരും എല്ലാ മഹർഷിമാരും ഗൃഹസ്ഥരാണ്. ഗൃഹസ്ഥരല്ലാത്ത ഒരു ഋഷിമാരും ഒരു മഹർഷിമാരും ഇല്ല. ഇത്രയും വലിയ വേദമന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയ എല്ലാവരും തന്നെ ഗൃഹസ്ഥരാണ്. എന്ന് മാത്രമല്ല, പലർക്കും 2-3 ഭാര്യമാരും ഉണ്ടായിരുന്നു. അപ്പൊ ബൃഹദാരണ്യക്ക് ആ ഉപനിഷത്തിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് യാജ്ഞവൽക്യ മഹർഷിയാണ്. യാജ്ഞവൽക്യ മഹർഷി അനേക മന്ത്രങ്ങളുടെ ദ്രഷ്ടാവാണ്. ആ യാജ്ഞവൽക്യ മഹർഷിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ ഗൃഹസ്ഥാശ്രമ ധർമ്മം ജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ധർമ്മമായിരുന്നു. എന്നാൽ പിന്നീട് ധർമ്മപ്രചരണാർത്ഥം പൂർണ്ണ സമയം അതിനു വേണ്ടി വിനിയോഗിക്കുന്ന യുവാക്കളായ സന്യാസിമാരുണ്ടാകണമെന്ന താല്പര്യത്തോട് കൂടിയിട്ടാണ് ഗുരുകുലവാസം കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ നേരിട്ട് സന്യാസത്തിലേക്ക് പോകുന്ന സിസ്റ്റം പിന്നീടാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ സിസ്റ്റത്തിന്റെ ആധാരത്തിൽ നിന്നുമാണ് ഗുരു പറയുന്നത്, നിയത ബ്രഹ്മചര്യാന്തേ ഗാർഹസ്ഥ്യം യതിന ഈഹത്. ഗുരുകുലവാസം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് വേണം? വർണ്ണി, ആ വിദ്യാർത്ഥി, ആ ബ്രഹ്മചാരി ആജീവമോചനം ഗുരുകുലേ വസേത്, ജീവിതാവസാനം വരെ ഗുരുകുലത്തിൽ ഗുരുവിന്റെ കൂടെ താമസിക്കണം. എങ്ങനെ താമസിക്കണം? അതും ഗുരു പറയുന്നു. സുഖം ഗുരുകുലേ വസേത്, സുഖമായിട്ട് താമസിക്കണം. വല്ല ഫ്രസ്ട്രേഷൻ, വല്ല സമ്മർദ്ദം, മാനസികമായ സമ്മർദ്ദം കൊണ്ടല്ല താമസിക്കണം. വളരെ സുഖമായി സന്തോഷത്തോടു കൂടി ഗുരുകുലത്തിൽ ആജീവകാലം താമസിക്കണമെന്ന് പറയും. ഇനി അങ്ങനെയല്ലെങ്കിലോ, ഗുരുകുലവാസം കഴിഞ്ഞ് വിവാഹ സംസ്കാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? അത് പറയുന്നു 168 ശ്ലോകത്തിൽ പറയുന്നു, അനവാപ്യ ഗുരോർമാതൃ പിതൃശ്ചാനുമധിം പുമാൻ യദ്യുദ്വഹേത് യഥാ കാമം ധർമ്മാത് സപ്രച്യുതോ ഭവേത്. ഒന്നുകൂടി പറയാം. അനവാപ്യ ഗുരോർമാതൃ പിതൃശ്ചാനുമധിം പുമാൻ യദ്യുദ്വഹേത് യഥാ കാമം ധർമ്മാത് സപ്രച്യുതോ ഭവേത്. പുമാൻ എന്ന് പറഞ്ഞ പുരുഷൻ. പുരുഷൻ മീൻസ് ആ ഗുരുകുലത്തിൽ താമസിച്ച് പഠിച്ച വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥി വിവാഹ സംസ്കാരത്തെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആചാര്യന്റെയും അച്ഛന്റെയും അമ്മയുടെയും ഗുരോഹോ മാതൃപിതൃച്ച അനുമതിയും അനവാപ്യ, ആചാര്യന്റെയും അച്ഛന്റെയും അമ്മയുടെയും അനുമതിയോടുകൂടി വിവാഹം കഴിക്കണം. അവരുടെ അംഗീകാരം വാങ്ങിച്ച് വിവാഹം കഴിക്കണം. അവരുടെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും വിവാഹം കഴിക്കരുത്. അഥവാ അവരുടെ അനുമതി ഇല്ലാതെ യഥാകാമം ഉദ്ദുഹേത്, സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ സ ധർമാത് പ്രച്യുത ഭവേത്, അവന് ധർമാചരണത്തിൽ നിന്നും നിപതിക്കുമെന്ന് ഗുരു പറയുക. അപ്പൊ നമ്മുടെ വിവാഹ സംസ്കാരത്തിന്, വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യഘട്ടം എന്ന് പറയുന്നത് മുതിർന്ന ആളുകളുടെ, മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ, ഗുരുനാഥന്മാർ, ഇവരുടെ പരിപൂർണ അനുമതി നേടിയിരിക്കും. ഇവരുടെ അനുമതി ഇല്ലാതെ യഥാകാമം തോന്നിയതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കരുതുന്നുവെങ്കിൽ ആ വിവാഹ ജീവിതം നമുക്ക് ധർമ്മത്തെ ഉണ്ടാക്കി തരില്ല, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ഉണ്ടാക്കി തരില്ല. വിവാഹം കഴിച്ച് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ഒരു പുരുഷനൊരു സ്ത്രീ വിവാഹം കഴിക്കും, അത് ഭരണഘടനാപരമായിട്ട് ആർക്കും യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ അനുഷ്ഠിക്കാനുള്ള അനുഗ്രഹവും കരുത്തും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് ഗുരു പറയുക. അപ്പൊ അടുത്ത ശ്ലോകത്തോടു കൂടി ഈ അധ്യായത്തെ ഉപസംഹരിക്കുകയാണ്. ശ്ലോകം
69 ആഖ്യാതോ ഭവതോ ധർമ്മോ വിശേഷാത് ബ്രഹ്മചാരിണഃ ആദിതോ യശ്രുതോ അസ്മാഭിः സർവലോകോപകാരകഃ. ഒന്നുകൂടി പറയാം. ശിഷ്യാവൂച്ചു, ശിഷ്യന്മാർ പറയുന്നു, ആഖ്യാതോ ഭവതോ ധർമ്മോ വിശേഷാത് ബ്രഹ്മചാരിണഃ ആദിതോ യശ്രുതോസ്മാഭിः സർവലോകോപകാരകഃ. അങ്ങ് ഈ കാര്യങ്ങൾ വിശേഷമായിട്ട് ബ്രഹ്മചാരിമാർക്ക്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ധർമാനുഷ്ഠാനങ്ങളെ പറഞ്ഞതെങ്കിൽ കൂടി ഈ ധർമാനുഷ്ഠാനങ്ങൾ എല്ലാ ജനങ്ങൾക്കും സാമാന്യ രൂപത്തിൽ ഉപകാരപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആ ധർമാനുഷ്ഠാനങ്ങളെ അസ്മാഭിഹി ശ്രുതഃ, ഞങ്ങളാൽ കേൾക്കപ്പെട്ടു. ഞങ്ങളാൽ കേൾക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനിയും ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ആ വാക്കിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ഇനിയും എന്താണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്? അപ്പൊ 7ാമത്തെ അധ്യായത്തിൽ ഗാർഹസ്ഥ്യ ധർമ്മത്തില് ശിഷ്യന്മാര് പറയുകയാണ്, അധാത കരുണാമൂർത്തി ഗൃഹിണോപി വിശേഷതഃ ധർമാൻ സവിസ്തരം ബ്രൂഹി നിത്യകല്യാണ ഹേതുകാൻ. അധ, അനന്തരം. അനന്തരം മീൻസ് ഈ അധ എന്നുള്ള വാക്ക് 2 പ്രകാരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ അനന്തരം, ഇതിനു ശേഷം എന്ന് ബോധിപ്പിക്കുവാൻ. പിന്നെ നമ്മൾ പഠിച്ചു, ഏതൊരു കൃതിയും ഏതൊരു പുതിയ അധ്യായം തുടങ്ങുമ്പോൾ ഒരു മംഗളവാക്യത്തെ ആചാര്യന്മാർ എഴുതാറുണ്ട്. ഒരു ഗ്രന്ഥം രചിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിനൊരു മംഗളാചരണമുണ്ട്. നമ്മൾ ഈ ഗ്രന്ഥം പഠിക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിന് മംഗളാചരണമുണ്ട്. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണ, അത് ഈ ഗ്രന്ഥത്തിന്റെ മംഗളാചരണമാണ്, മംഗള ശ്ലോകമാണ്. അതേപോലെ ഓരോ അധ്യായം ആരംഭിക്കുമ്പോഴും ചിലപ്പോൾ ആചാര്യന്മാർ മംഗളവാക്യം എഴുതാറ്. ഈ അധ എന്നുള്ള വാക്കിന് മംഗളം എന്ന അർത്ഥം. അപ്പൊ അധ എന്ന വാക്കിലൂടെ പുതിയൊരു അധ്യായം മംഗളകരമായി ശുഭാരംഭിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അധ എന്നുള്ള വാക്കിലൂടെ അതിനുശേഷം, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അധാത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അധ്യായങ്ങളിൽ വിദ്യാർത്ഥിയുടെ ധർമ്മങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം അല്ലയോ കരുണാമൂർത്തെ വിശേഷതഃ ഗൃഹിണാഭി നിത്യകല്യാണ ഹേതുകാൻ ധർമാൻ സവിസ്തരം ബ്രൂഹി. ഗൃഹസ്ഥന്മാർക്ക് എന്നെന്നും മംഗളത്തെ കൊടുക്കുന്ന വിശേഷമായ ധർമാചരണങ്ങളെ അതിനെ കൂടി സവിസ്തരം ബ്രൂഹി, വിസ്തരിച്ച് പറഞ്ഞു തന്നാൽ എന്ന് ശിഷ്യന്മാർ അഭ്യർത്ഥിക്കുന്നു ഗുരുവിനോട്. അപ്പൊ ഗുരു പറയുന്നു, ഗുരുരുവാച ശൃണുത്താദഃ പരം വസ്മി ഗൃഹസ്ഥസ്യ വിധിക്രമം ത്രിവർഗനിലയം സാക്ഷാത് മുക്തിദ്വാരമപാവൃതം എന്ന് പറയുന്നു. അപ്പൊ ഈ ശ്ലോകത്തില്, ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ 171ാമത്തെ ശ്ലോകത്തിൽ ശൃണു എന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരുന്നുണ്ട്. സ്പേസ് വന്നിട്ടാണ് താത എന്നുള്ള വാക്ക്. വാസുല സ്പേസ് വരാൻ പാടില്ല, രണ്ടും ഒരുമിച്ചാ വരുന്നത്. ശൃണുത അധഃപരം എന്നാണ്. അതായത് ശൃണു താത എന്നില്ല. ശൃണു താത എന്ന് പറഞ്ഞ അർത്ഥമാണ്. അപ്പൊ സ്പേസ് ഇല്ലാതെ ഒരുമിച്ച് വായിക്കണം. ശൃണുതാധഃപരം വസ്മി എന്ന് വായിക്കണം. അപ്പൊ എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? അധഃപരം ത്രിവർഗ നിലയം അപാവൃതം സാക്ഷാത് മുക്തിദ്വാരം ഗൃഹസ്ഥസ്യ വിധിക്രമം വസ്മി ശൃണുത. അപ്പൊ ഗുരു പറയുകയാണ്, നിങ്ങൾ കേട്ടാൽ ഞാൻ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ വിസ്തൃതമായ ധർമാചരണത്തെ പറഞ്ഞു തരാം. ശൃണുത, നിങ്ങൾ കേട്ടാൽ. അപ്പൊ ഗൃഹസ്ഥാശ്രമിയുടെ ആ ധർമാചരണത്തിന് കുറെ വിശേഷണം ഗുരുദേവൻ കൊടുക്കുന്നു. എന്തൊക്കെയാണ് വിശേഷണം? ത്രിവർഗ നിലയമാണ് ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾക്ക് ഇരിപ്പിടമാണ്. അതേപോലെ മുക്തിദ്വാരം അപാവൃതം, മോക്ഷത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുന്നതാണ്. 2 പ്രകാരത്തിലുള്ള വിശേഷണങ്ങൾ ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മത്തിന് മനസ്സിലാക്കാം. ഒന്ന്, ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾക്കുള്ള ഇരിപ്പിടമാണ്, ആശ്രയമാണ്, ത്രിവർഗ നിലയം. 2, ആ ധർമ്മം എന്ന് പറയുന്നത് മോക്ഷ കവാടം, മോക്ഷത്തിലേക്കുള്ള കവാടം തുറക്കുന്നതാണ്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പാതയുണ്ട്. ആ പാതയുടെ അറ്റത്ത് വലിയൊരു കവാടമുണ്ട്. ആ കവാടം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാം. അപ്പോ ആ കവാടം എന്താണ്? അപ്പുറത്തുള്ള മോക്ഷം എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന ആത്യന്തിക ദുഃഖ നിവൃത്തിയാകുന്ന അനുഭൂതി.
ആ അനുഭൂതിയിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ്. അപ്പൊ ആ കവാടം അടഞ്ഞു കിടന്നാലും ആ കവാടം അടഞ്ഞു കയറി നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് പറയുന്നത് മോക്ഷത്തിന്റെ കവാടം തുറക്കുന്ന സംഭവമാണ്. അത് നമ്മൾ മുമ്പ് ഇങ്ങനെ തുറന്നു കിടന്ന് നമുക്ക് അതിലൂടെ സുഖമായിട്ട് അപ്പുറത്തേക്ക് കടക്കാം. അതുമാത്രമല്ല ത്രിവർഗ നിലയവുമാണ്. 3 കാര്യങ്ങൾക്ക് ഇരിപ്പിടമാണ്. അപ്പൊ ഈ നമ്മൾ ത്രിവർഗ നിലയം പ്ലസ് മോക്ഷ മുക്തിദ്വാരം, ഈ 2 വാക്കിനെയും ചേർത്ത് നമ്മൾ പറയുന്ന വാക്കാണ് പുരുഷാർത്ഥ ചതുഷ്ടയം എന്നുള്ളത്. പുരുഷാർത്ഥ ചതുഷ്ടയത്തിൽ ആദ്യത്തെ 3 ത്രിവർഗ നിലയം എന്ന വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം. അതിനുശേഷം മോക്ഷം എന്ന വാക്കിനെ കുറിക്കാനാണ് മുക്തിദ്വാരം എന്ന വാക്ക് ഗുരു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്താണ് വാസ്തവത്തിൽ? പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ നൽകുന്നതാണ്. എന്താണ് പുരുഷാർത്ഥ ചതുഷ്ടയങ്ങൾ? നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷാർത്ഥ ചതുഷ്ടയം എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇവയെ 4നെയും ചേർത്ത് പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ഇച്ഛകളില്ലാത്ത ആരും തന്നെ ഇല്ല. സർവ പ്രാണികൾക്കും ഇച്ഛയും. അപ്പൊ സർവ പ്രാണികളിലും കുടികൊള്ളുന്ന ഏറ്റവും പ്രബലമായ ഇച്ഛ ഏതാണ്? നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് പെസഹവ്യാഴം ദുഃഖവെള്ളി വരുന്ന സമയത്ത് അടിമാലിയിൽ വെച്ച് ഒരു ധർമ്മ പഠന ക്യാമ്പ് നടത്തി. ആ ധർമ്മ പഠന ക്യാമ്പിൽ ഇതേ വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ ആ ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാർക്ക് അത് ഓർമ്മ വന്നേക്കാം ഇത് പറയുമ്പോൾ. അതായത് എല്ലാ പ്രാണികളിലും എല്ലാ മനുഷ്യരിലുമുള്ള ഏറ്റവും പ്രബലമായ ഇച്ഛ എന്ന് പറയുന്നത് ജിജീവിഷയാണ്. ജിജീവിഷ എന്ന് പറഞ്ഞാൽ ജീവിതം, ഇച്ഛ, ഇത് ജിജീവിഷ. ജീവിക്കാനുള്ള ഇച്ഛയാണ് ജിജീവിഷ എന്ന് പറയുന്നത്. അപ്പൊ ജീവിക്കാനുള്ള ഇച്ഛയാണ് എല്ലാ പ്രാണികളിലും എല്ലാ മനുഷ്യരിലുമുള്ള ഏറ്റവും പ്രബലമായ ഇച്ഛ. അതിനുശേഷമേ ബാക്കി എല്ലാ ഇച്ഛയും വരുന്നു. നമ്മൾ കരുതും ഏറ്റവും വലിയ ഇച്ഛ, ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ പലതും പറയും. പക്ഷെ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രബലമായ ഏറ്റവും ശക്തിയേറിയ ഇച്ഛ എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഇച്ഛയാണ്. എനിക്ക് ജീവിക്കണം. അതിനുശേഷമല്ലേ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്റെ അസ്തിത്വം സുരക്ഷിതമായി നിലനിൽക്കണം. ഞാൻ ഇപ്പോൾ എങ്ങനെയാണോ എന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കിയത്, എന്റെ ഉണ്മയെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനുണ്ട്, ഞാനൊരു മനുഷ്യനായിട്ട്, ഞാൻ ഇന്ന ആൾക്കാരുടെ കൂടെ, ഇന്ന ആൾക്കാരുടെ ബന്ധുവായി, മകനായി, ഓരോരോ ഇന്ന ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് എന്റെ ഉണ്മയെ കുറിച്ച് ബോധ്യമുണ്ട്. ആ ഉണ്മ, ആ അസ്തിത്വം സ്ഥിരകാലം സംരക്ഷിക്കപ്പെടണം, എന്നെന്നും ഉണ്ടാക്കണം. ഇതാണ് എല്ലാ പ്രാണികളിലും ഏറ്റവും പ്രബലമായ ഇച്ഛ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അസ്തിത്വം സംരക്ഷിക്കപ്പെടണമെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സമാർജിക്കും. കുറച്ച് കാര്യങ്ങൾ നേടിയെടുത്താൽ ഞാൻ അസ്തിത്വവാനായിട്ട് ഇരിക്കും. എനിക്ക് ശരീരമുണ്ട്, അതുകൊണ്ട് ശരീരത്തിന് സംരക്ഷണം വേണം. ശരീരത്തിന് അന്നപാനീയങ്ങൾ വേണം. ശരീരത്തിന് സുഖമായിട്ട്, അതായത് മഴയും തണുപ്പും വെയിലും ഒന്നും കൊള്ളാതെ സുഖമായിട്ട് താമസിക്കാനുള്ള താമസ സൗകര്യങ്ങൾ വേണം. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ ഈ അസ്തിത്വത്തെ ശാരീരികമായി മാനസികമായി ഈ അസ്തിത്വത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അത്തരം പദാർത്ഥങ്ങളെ സംഗ്രഹിക്കാൻ തുടങ്ങി. അന്നം, പാനീയം, വസ്ത്രം, പാർപ്പിടം. ഇതിനെല്ലാം നമുക്ക് എന്ത് പറയാം? അർത്ഥം എന്ന് പറയും. അർത്ഥം. പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളിൽ ഒരു ധർമ്മമാണ് എന്ത്? അർത്ഥം. അർത്ഥം മീൻസ് നമ്മുടെ അസ്തിത്വത്തെ നിലനിർത്താൻ ഏറ്റവും പ്രാഥമികമായി വേണ്ടുന്ന അന്നപാനീയങ്ങൾ, വസ്ത്രങ്ങൾ, പാർപ്പിടാതെ കാര്യങ്ങൾ സംഗ്രഹിക്കുക, അതിനെ നേടിയെടുക്കുക. ഇതിനർത്ഥം എന്ന് പറയും. ഈ അർത്ഥം എപ്പോഴാണ് കാമമായിട്ട് മാറുന്നത്? നമുക്ക് ഈ അർത്ഥ സമ്പാദന ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഏറ്റവും ചെറിയ ഒരു ജീവി മുതൽ ഏറ്റവും ചെറിയ ജീവി പോലും തന്റെ ശരീരം നിലനിൽക്കാൻ ആവശ്യമായ സാഹചര്യത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, മനുഷ്യനെ ശ്രമിക്കുന്നു. അപ്പൊ അർത്ഥ സമ്പാദന എല്ലാവരും ചെയ്യും. ഈ അർത്ഥ സമ്പാദനത്തിന് കുറച്ചുകൂടി ഉപരിയായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കുന്നു, ഞാൻ എന്തായാലും വെള്ളം കുടിക്കുന്നു, ഞാൻ എന്തായാലും താമസിക്കുന്നു, ആ ഭക്ഷണം കുറച്ചുകൂടി രുചികരമായിരിക്കണം. കേവലം വിശപ്പ് മാറുക എന്നതിൽ കവിഞ്ഞ് തന്റെ നാവിനും കൂടി ആസ്വാദ്യകരമായ രീതിയിൽ ഭക്ഷണം കഴിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന്റെ പോഷണത്തിനും വിശപ്പ് മാറാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ഊർജം വേണം. അപ്പൊ നാവിന് രുചിയില്ലെങ്കിലും നമുക്ക് ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ഒരുപാട് ഭക്ഷണമുണ്ട്. നാവിന് വലിയ രുചിയില്ലെങ്കിൽ കൂടിയും ശരീരത്തെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണമുണ്ട്. പക്ഷെ അത് മാത്രം കഴിച്ച് നമുക്ക് തൃപ്തരാകില്ല. മറിച്ച്
ആ ഭക്ഷണം കുറച്ചുകൂടി ആസ്വാദ്യകരമായിട്ട് കഴിക്കണം. അപ്പോ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടുന്ന ഭക്ഷണം എന്നതിൽ നിന്ന് ആസ്വാദനം എന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ അർത്ഥ പുരുഷാർത്ഥം എന്തായിട്ട് മാറി? കാമപുരുഷാർത്ഥമായിട്ട് മാറി. കാമം എന്ന് പറയുമ്പോൾ ആസ്വാദനം. ഞാൻ ഈ ആശയത്തിന് മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് വസ്ത്രം ധരിക്കണം, കേവലം ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കുന്ന വസ്ത്രം എന്നതിൽ കവിഞ്ഞ് ആ വസ്ത്രത്തിൽ കുറെ അലങ്കാരങ്ങൾ ചെയ്ത് കുറച്ചുകൂടി അതിനെ ആസ്വാദ്യകരമാണ്. അപ്പം കേവലം വസ്ത്രം ധരിക്കുക എന്നുള്ള പ്രാഥമിക ആവശ്യവും മറികടന്ന് ആ വസ്ത്രം എനിക്കൊരു ആസ്വാദനത്തിനുള്ള ഉപാധിയായിട്ട് മാറും. എനിക്ക് താമസിക്കാനുള്ള ഒരു പാർപ്പിടം എന്ന കേവലമായ അർത്ഥചിന്തയെ മറികടന്ന് എന്ത് സംഭവിക്കുന്നു? ആ പാർപ്പിടം നല്ല വിസ്താരമായ പാർപ്പിടമാകണം, നല്ല ഭംഗി വേണം, കൂടുതൽ സൗകര്യം വേണം എന്നുള്ള ആഗ്രഹം വരും. അപ്പൊ ഇത്തരം ആഗ്രഹങ്ങളെയാണ് നമ്മുടെ ബേസിക് നീഡ്സിനെ ആസ്വാദ്യകരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ആഗ്രഹത്തെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് കാമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥസമ്പാദനമാകട്ടെ കാമസമ്പാദനമാകട്ടെ അത് ധർമ്മത്തിന്റെ അടിത്തറയിൽ നിന്നാൽ മാത്രമേ അത് നാലാമത്തെ പുരുഷാർത്ഥമായ മോക്ഷ ദ്വാരത്തെ തുറക്കുന്നതായിട്ട് തീരുകയുള്ളൂ. നാലാമത്തെ പുരുഷാർത്ഥം മോക്ഷം നമ്മുടെ മുന്നിൽ. ആ പുരുഷാർത്ഥത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു ആശ്രമിയുടെയും, അത് ഗൃഹസ്ഥാശ്രമിയാകട്ടെ ബ്രഹ്മചാരിയാകട്ടെ സന്യാസിയാകട്ടെ, ഏതൊരു ആശ്രമിയുടെയും കർത്തവ്യം, ഏതൊരു ആശ്രമിയുടെ ലക്ഷ്യം എന്താണ്? നാലാമത്തെ പുരുഷാർത്ഥമായ മോക്ഷത്തെ നേടിയെടുക്കുക. മോക്ഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ്. ദുഃഖത്തിന്റെ ലവലേശം കണിക പോലും ഇല്ലാത്ത സമ്പൂർണ്ണ ദുഃഖനിവൃത്തിയെ നേടിയ അവസ്ഥയാണ് മോക്ഷം. അപ്പൊ നമ്മള് ദർശനമാലയിൽ നിർവാണ ദർശനത്തിലെ ആശയം എന്താണ് മോക്ഷം എന്ന ആശയം സവിസ്തരം പഠിച്ചിട്ടുണ്ട്. ഇത്രയും മനസ്സിലാക്കുക ആത്യന്തിക ദുഃഖനിവൃത്തിയാണ്. ആ ആത്യന്തിക ദുഃഖനിവൃത്തി നേടിയെടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. അപ്പൊ ആ ആത്യന്തിക ദുഃഖനിവൃത്തിയാകുന്ന മോക്ഷദ്വാരം തുറക്കണമെങ്കിൽ അർത്ഥസമ്പാദനവും കാമസമ്പാദനവും ധർമ്മത്തിന്റെ ആധാരത്തിൽ ചെയ്യണം. ആ ധർമ്മത്തിന്റെ ആധാരത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ അർത്ഥസമ്പാദനവും കാമസമ്പാദനവും കാരണം നമ്മുടെ മോക്ഷത്തിന്റെ വാതിൽ അടഞ്ഞു പോകും. അപ്പൊ ധർമ്മത്തിന്റെ ആധാരത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശ്രമം ഏതാണോ ആ ആശ്രമത്തിന് അനുസരിച്ചുള്ള സ്വധർമ്മത്തെ അനുഷ്ഠിക്കുക. നേരത്തെ വിദ്യാർത്ഥിയുടെ ധർമ്മങ്ങളെ പറഞ്ഞു, ആ വിദ്യാർത്ഥി ആ ധർമ്മത്തെ അനുഷ്ഠിക്കുക. ഗൃഹസ്ഥാശ്രമിക്ക് വിഹിതമായ ധർമ്മങ്ങളുണ്ട്, ആ ധർമ്മത്തെ അനുഷ്ഠിക്കുക. സന്യാസിക്ക് വിഹിതമായ ധർമ്മങ്ങൾ, ആ ധർമ്മത്തെ അനുഷ്ഠിക്കുക. അങ്ങനെ ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അർത്ഥത്തെയും കാമത്തെയും സമ്പാദിക്കുകയാണെങ്കിൽ ആ അർത്ഥവും കാമവും മോക്ഷവാതിൽ തുറക്കുന്നതായിരിക്കുമെന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഗൃഹസ്ഥാശ്രമിയുടെ ധർമാചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളാണെന്ന് മനസ്സിലാക്കുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് ഗുരു പറഞ്ഞു. അപ്പൊ അങ്ങനെ പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളെ പ്രദാനം ചെയ്യുന്ന ആ ധർമ്മത്തെ വിധിക്രമം, അതിന്റെ വിധികളെ കുറിച്ച് വച്മി ഞാൻ പറഞ്ഞു തരാം, ശൃണുത നിങ്ങൾ കേട്ടാലും എന്ന് 171 ശ്ലോകത്തിൽ പറയാം. ഈ 172 ശ്ലോകത്തിൽ പറയുന്നു, വേദാനതീത്യനിഖിലാൻ തത്തദാചാര്യ കൽപിതാൻ പിതൃർഗുരോശ്ചാനുമത്യ സ്നാത സാധു ഗൃഹീ ഭവേത്. ഒന്നുകൂടി ചൊല്ലാം. വേദാനതീത്യനിഖിലാൻ തത്തദാചാര്യ കൽപിതാൻ പിതൃർഗുരോശ്ചാനുമത്യ സ്നാത സാധു ഗൃഹീ ഭവേത്. തത്തദാചാര്യ കൽപിതാൻ നിഖിലാൻ വേദാൻ സാധു അതീത്യ. ഗുരുകുലത്തിൽ ഒരുപാട് അധ്യാപകന്മാരുണ്ടാവും, ഒരു മുഖ്യ ആചാര്യൻ ഉണ്ടാവും, കൂടാതെ ഓരോരോ വിഷയങ്ങളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്ന ആചാര്യന്മാർ വേറെ ഉണ്ടാവും. അപ്പൊ അതാത് ആചാര്യന്മാർ പഠിപ്പിച്ച നിഖിലാൻ വേദാൻ, നിഖിലാൻ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നർത്ഥം, എല്ലാ അറിവുകളെയും സാധു അതീത്യ നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്ത് വേണം? വീണ്ടും ഗുരു പറയുന്നു, പിത്രോഹോ ഗുരോഹോ അനുമത്യ, മാതാപിതാക്കളുടെയും ഗുരുവിന്റെയും അനുമതിയെ വാങ്ങിയിട്ട് സ്നാതഹ ഗൃഹീ ഭവേത്, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്ന് പറയും. ഇവിടെ ഒരു പദമുണ്ട് സ്നാതഹ എന്നുള്ള പദം. അപ്പൊ സ്നാതഹ എന്നുള്ള പദത്തിന് ശുദ്ധനായി എന്നുള്ള അർത്ഥം ഇവിടെ അന്വയത്തിൽ കാണാം. ശുദ്ധനായി എന്നുള്ള അർത്ഥം ശരിയാണ്, പക്ഷെ വാസ്തവ സ്നാതൻ എന്ന് പറഞ്ഞാല് ബിരുദധാരി എന്ന അർത്ഥം, ഡിഗ്രി നേടിയ ആളെയാണ് സ്നാതക് എന്ന് പറയുന്നത്. അപ്പൊ ബിരുദം എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാണ് സ്നാതക്. നമ്മൾ ഹിന്ദിയിലുള്ള അപേക്ഷയൊക്കെ പൂരിപ്പിക്കുമ്പോൾ സ്നാതക് എന്നുള്ളൊരു കോളം കാണാം. നിങ്ങളുടെ വിദ്യാഭ്യാസം പോലെ ഏത് ബിരുദമാണെന്ന് കാണും. പണ്ട് ഗുരുകുലത്തില് താമസിച്ചു കഴിഞ്ഞാൽ 12 വർഷം പഠിച്ച് വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ബിരുദം കൊടുക്കും. ആ ബിരുദത്തിന്റെ പേരാണ് സ്നാതകൻ. സ്നാതകൻ എന്ന് പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് ആ ബിരുദം കൊടുക്കുക? ആ വിദ്യാർത്ഥിയെ പിടിച്ചിരുത്തും,
ഇരുത്തിയിട്ട് കുറെ കലങ്ങളിൽ വെള്ളം നിറച്ച്, കുറെ കുടങ്ങളിൽ വെള്ളം നിറച്ച് ആ വെള്ളം ആചാര്യൻ വിദ്യാർത്ഥിയുടെ തലയിലേക്ക് അഭിഷേകം ചെയ്യും, ഒഴുകുന്നു. ജലം കൊണ്ട് അഭിഷിക്തനായ ആൾ എന്നുള്ള അർത്ഥത്തിലാണ് സ്നാതകൻ, സ്നാനം ചെയ്തവൻ എന്ന വാക്ക് പറഞ്ഞത്. ആ സ്നാതകൻ മീൻസ് ആ ഒരു ബിരുദദാന ചടങ്ങ്. നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ബിരുദദാന ചടങ്ങുണ്ടല്ലോ, അതിലൊരു പ്രാചീനമായ രൂപമാണ്. അപ്പൊ സ്നാത എന്നുള്ള വാക്കിലൂടെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബിരുദം നേടിയ ആള് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഒരാള് എന്ത് ചെയ്യുന്നു? അച്ഛന്റെയും അമ്മയുടെയും ഗുരുനാഥന്റെയും ഒക്കെ അനുഗ്രഹത്തോടു കൂടി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ഗുരുദേവൻ പറയുന്നു. ഇപ്പൊ നോക്കൂ, ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം? പറയുന്നു, ഉത്തമാദിജനാം ധർമ്മ്യാം സുശീലാം ലക്ഷണാന്വിതാം പ്രസന്നാം വാരയേത് കന്യാം ഗുരുമാതൃപിതൃം പ്രിയാം. ഉത്തമാഭിജന, അഭിജന എന്നുള്ള വാക്കിന്റെ അർത്ഥം നല്ല കുടുംബത്തിൽ ജനിച്ചാണ്. ആ വാക്കിന്റെ മാത്രം അർത്ഥമാണ്. അതിന്റെ കൂടെ ഉത്തമ എന്നുള്ള ചേർത്തിട്ടില്ലെങ്കിലും വെറും അഭിജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമയായ കുടുംബത്തിൽ ജനിച്ച ആളുടെ അർത്ഥം തന്നെയാണ്. അപ്പൊ ഒരു ഉത്തമ കൂടി ചേർത്ത് ശ്രദ്ധിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബത്തിൽ, ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചയാൾ. ശ്രേഷ്ഠമായ കുലത്തിൽ ജനിച്ചയാളെന്ന് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ജാതി എന്നുള്ള സങ്കല്പം വരാൻ പാടില്ല. കാരണം 2-ാം അധ്യായത്തിൽ അത്തരം ജാതിപരമായ കാര്യങ്ങളെല്ലാം ഗുരുദേവൻ നിഷേധിച്ചിട്ടുണ്ട്. ഇവിടെ ഉത്തമ കുലം എന്ന് പറഞ്ഞത് ധർമാചരണത്തെ വേണ്ടവണ്ണം അനുഷ്ഠിക്കുന്ന കുടുംബത്തിൽ ജനിച്ചവൾ എന്ന് മനസ്സിലാക്കും. അടുത്ത വാക്കുകൾ അത് വ്യക്തമാകുന്നു. ധർമ്മ്യാം എന്ന് പറഞ്ഞാൽ ധർമാചരണത്തെ ചെയ്തവൾ, ധർമ്മനിഷ്ഠയുള്ളവൾ. ഉത്തമ കുടുംബത്തിൽ ജനിച്ചവൾ, ധർമ്മനിഷ്ഠയുള്ളവൾ. സുശീലാം ലക്ഷണാന്വിതം, നല്ല ഗുണമുള്ളവൾ, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവൾ. ഒരു സ്ത്രീയെ കുറിച്ച് ആ സ്ത്രീക്ക് ശാരീരികവും മാനസികവും വൈചാരികവുമായ ലക്ഷണങ്ങളെ ആചാര്യന്മാർ പറഞ്ഞു. അപ്പൊ ആ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ പ്രസന്ന, നല്ല സന്തുഷ്ടവതിയുമായിരിക്കുന്ന കന്യക, ഒരു കന്യക. വിവാഹത്തിന് മുമ്പ് ആ സ്ത്രീയെ പറയുന്ന പേരാണ് കന്യക. അപ്പൊ ആ കന്യകയെ അച്ഛൻ, അമ്മ, ആചാര്യന്മാര് അവർക്ക് കൂടി ഇഷ്ടപ്പെടണം. നമുക്ക് ഈ വാക്ക് ഗുരുദേവൻ ആവർത്തിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ കുറെ ശ്ലോകങ്ങളിലായിട്ട്. വിവാഹ സമയത്ത് ഗുരുജനങ്ങളുടെ അനുമതി, ഗുരുജനങ്ങളുടെ ഇഷ്ടം പരമപ്രധാനമാണെന്ന് ഗുരുദേവൻ ആവർത്തിച്ച് പറയും. ഗുരു മാതൃപിതൃപ്രിയാം, അങ്ങനെയുള്ള ആ കന്യകയെ വരിക്കണം. എങ്ങനെയുള്ള കന്യകയെ? ഉത്തമ കുടുംബത്തിൽ ജനിച്ചവളും ധർമ്മനിഷ്ഠയുള്ളവളും നല്ല ഗുണമുള്ളവളും സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞവൾ, സന്തുഷ്ടവതിയായവൾ. മാത്രമോ തന്റെ അച്ഛനും അമ്മയ്ക്കും ഗുരുജനങ്ങൾക്കും ആചാര്യന്മാർക്കും എല്ലാം പ്രിയപ്പെട്ടവളുമായിരിക്കുന്ന ആ കന്യകയെ വരിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. അടുത്ത ക്ലാസ് മുതൽ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിന് അടുത്ത ശ്ലോകങ്ങളെ നമുക്ക് മനനം ചെയ്യാം. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.